ഇന്നു മുതൽ 7 ദിവസങ്ങൾ നമ്മുടെ തലസ്ഥാന നഗരിയുടെ സഹൃദയ മനസ്സുകളും കണ്ണും കാതും ഇവിടെ നിശാഗന്ധിയുടെ വേദിയിലെ പദചലനങ്ങളിലേക്കും കരചലനങ്ങളിലേക്കും നൃത്തനൃത്യങ്ങളിലേക്കും എത്തുന്ന മനോഹരങ്ങളായിട്ടുള്ള ദിവസങ്ങളാണ്. ഇത് ഇന്ത്യ സംഗമിക്കുന്ന വേദിയാണ്. ഇന്ത്യ, നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ കലവറയാണ്. ആ വൈവിധ്യങ്ങളാണ് നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യമാക്കുന്നത്. ആ വൈവിധ്യങ്ങളുടെ ആഘോഷമാണ് ഇന്ത്യ. നിശാഗന്ധിയുടെ നൃത്തോത്സവത്തിലൂടെ സംസ്ഥാന സർക്കാർ, സംസ്ഥാന ടൂറിസം വകുപ്പ് വൈവിധ്യങ്ങളുടെ ആവിഷ്കാരത്തിന്, സ്വതന്ത്രമായ ആവിഷ്കാരത്തിന് വേദിയൊരുക്കുകയാണ്. I would like to take this opportunity to congratulate the Tourism Department under the eminent leadership of Honorable Tourism Minister Sri Muhammad Riaz and the entire tourism team for organizing this wonderful event and all the wonderful works you are doing in the tourism sector. And also I would like to welcome all the renowned artists who are here from different parts of India and of course from different parts of the world, and also all the good hearts who love arts and dance forms. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പ്രശസ്തരായിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യക്ക് പുറത്തുനിന്നും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. കല വളരെ സെൻസിറ്റീവായിട്ടുള്ള, മനുഷ്യ മനസ്സിനെ സെൻസിറ്റീവാക്കും. പ്രകൃതിയോട്, മനുഷ്യനോട്, പരിസരങ്ങളോട്, സഹജീവികളോട്. കല പരിപോഷിപ്പിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ പരിപോഷിപ്പിക്കുന്നത് നന്മയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പല സംഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് മനസ്സിലെ ആർദ്രതയുടെ നീർച്ചാലുകളാണ്. മനസ്സിൻ്റെ സെൻസിറ്റീവ്നെസ് നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ അമ്പരന്ന് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണ്. കലാകാരികളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ സമൂഹത്തിലെ നന്മയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. മനുഷ്യ മനസ്സിൻ്റെ ആർദ്രതയെയും കരുണയെയും മനുഷ്യ മനസ്സിൻ്റെ സ്നിഗ്ധതയുമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, കോവിഡ് കാലത്തിന് ശേഷം ലോകം മുഴുവൻ ഒരു മഹാമാരിയുടെ മുൻപിൽ സ്തംഭിച്ചു പോയാണ്. കോവിഡിൻ്റെ 1, 2, 3 തരങ്ങൾക്ക് ശേഷം കോവിഡ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് നമ്മൾ പറയില്ല, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ ടൂറിസം രംഗം ഉയർന്നു പൊങ്ങി. നമുക്ക് അഭിമാനിക്കാം, ലോകത്ത് മസ്റ്റ് സീ ഡെസ്റ്റിനേഷൻസിൽ ഒന്നായി കേരളത്തെ മാറ്റിയെടുക്കുവാൻ കേരളത്തിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും കേരള സമൂഹത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. പ്രകൃതിയോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കല, നമ്മുടെ സംസ്കാരം ഓരോ നാട്ടിൻ പുറങ്ങൾക്കും കേരളം എന്ന നിലയിൽ തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ അതിൽ തന്നെ വ്യത്യസ്തതകളുണ്ട്, സൂക്ഷ്മാംശങ്ങളിൽ വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളാണ്, അത് ഭാഷയിലുണ്ട്, ഉച്ചാരണത്തിലുണ്ട്, കലകളിലുണ്ട്. ഞാൻ വരുന്നത് പടയണിയുടെ നാട്ടിൽ നിന്നാണ്. പടയണിക്ക് തന്നെ പ്രാദേശികമായിട്ട് ഒട്ടേറെ വ്യത്യാസങ്ങൾ, എൻ്റെ തന്നെ മണ്ഡലത്തിൽ പല ചിട്ടകളിലുള്ള പടയണിയുമുണ്ട്. അപ്പോൾ സൂക്ഷ്മാംശങ്ങളിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മുടെ നാടിനെ മനോഹരമാക്കുന്നത്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ, ആഘോഷിക്കുവാൻ അവസരമുണ്ടാവുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് ശ്രീ രാജേന്ദ്ര ഗംഗാനിക്കാണ്. സർ, വി ആർ ഓണർഡ് ടു ഓണർ യു. സോ on behalf of all of us, on behalf of Government of Kerala, on behalf of Tourism Department, we would like to extend our humble congratulations and our humble wishes before you.
താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിന് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മളിവിടെ സൂചിപ്പിച്ചു, കഥകളി ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിനൊപ്പം തന്നെ കഥകളി കൂടി അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരിക ടൂറിസത്തെ, കൾച്ചറൽ ടൂറിസത്തെ ശക്തിപ്പെടുത്തുവാൻ ഇതിലൂടെ കഴിയും. എല്ലാവരുടെ അനുവാദത്തോടെ നമ്മുടെ 2025 നിശാഗന്ധി നൃത്തോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.